നമ്മൾ ഇന്നും ഫാമിൽ തന്നെയാണ്. നമ്മുടെ പ്രൊഫഷണൽ തുളസിയാമന്ത ചെറിയ കാടൊക്കെ പറിച്ചിട്ട് നടന്ന് മണ്ടേ കൂടെ പോവുകയാണ്. ഈ ഷെഡ് കൃഷി തുടങ്ങാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഷെഡിൻ്റെ അകത്ത് മെയിൻ്റെനൻസ് വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയൊരു എന്ന് പറയുമ്പം പ്രത്യേക ഒരു നീളം കൂടി ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ നീളമുള്ള ഷെഡാണ് ഇത്. എത്ര വലിയ ഷെഡാണിത്. ഇതിനെക്കാട്ടിയും വലുതാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കണതും താഴെ ഉള്ളത്. ഓൾമോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്. പക്ഷെ ഇതാണ് കാഴ്ച ഭയങ്കര ഈ ഷെഡ് ഭയങ്കര ഹൈറ്റാണിത്. കിടുക്ക ഹൈറ്റാണ്. 9 മീറ്റർ ഹൈറ്റ് കൂടുതലാണ്. ബാക്കിയുള്ളതിനെക്കാട്ടിയും 6 മീറ്റർ ഹൈറ്റ് 4 മീറ്റർ ഹൈറ്റിന് കൂടുതലാണ്. ഈ ഷെഡിൻ്റെ എൻട്രൻസ് ഇതാണ്. സംഭവങ്ങളൊക്കെ വരുന്നത് താഴെ കാണുന്നതാണ് ഗൈസ്. നമ്മളെ കുടുംബ അമ്പലമാണ്. അച്ഛൻ്റെയൊക്കെ കുടുംബ അമ്പലമാണ്. ആയിരവല്ലി ക്ഷേത്രം. ഒരുപാട് നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഏകദേശം കഴിഞ്ഞതിൻ്റെയൊക്കെ ഒരു 6-7 മാസം ഞാൻ ഇങ്ങോട്ട് താഴോട്ടിറങ്ങി വന്നിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മളെ തോട്ടിയിടുന്ന ഒരു മോട്ടർ ഒടിച്ചിപ്പോണ്ട്. ഇത് അകത്തത്തെ ഈ ഷെഡിടുന്ന പ്ലാസ്റ്റിക്കിന് സംഭവങ്ങളൊക്കെ ഒടിച്ചിപ്പോണ്ട്. വെള്ളം ഈ സംഭവങ്ങളെല്ലാം വെള്ളം അടിച്ച് നമ്മൾ ഈ ഷെഡിൽ നിന്ന് ഇപ്പം വിത്തിടാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടെല്ലാം ഈ വെള്ളം അടിച്ച് നിന്ന് കൂക്കണം. അപ്പം അതിനായിട്ട് വിജയമ്മ മോസൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഭയങ്കര ഭീകര ഷെഡാണ് കഴിച്ചത്. ഭീകര ഷെഡാണിത്. പക്ഷേ ഈ ഷെഡിനെ കുറിച്ച് എന്ന് പറഞ്ഞാണ്. ഈ ഷെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഇന്നോവേറ്റീവ് വർക്കാണ് ഈ ഷെഡ്. അതെന്ത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 9 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ചെടി വളർന്ന് ഒരു ഈ പൊക്കമായി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫ്രീസിങ് കണ്ടീഷൻ ഫീൽ ചെയ്യും. ഒരു ചെടിക്ക് എന്താണ് നമ്മൾ ഈ ഫുള്ളി ഓട്ടോമേഷൻ കൊടുത്ത് ടെമ്പറേച്ചർ ചെയ്യുന്നത് പോലെ ഒരു വലിയൊരു ഫ്രീസിങ് കണ്ടീഷൻ ഫീൽ ചെയ്യും. അതാണ് ഈ ഷെഡിന്റെ പ്രത്യേകത. 4 ഭാഗത്തും പിന്നെ തോടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മജമൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഷെഡിന്റെ പ്രത്യേകത. പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. വെള്ളം സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഷെഡ് എന്നതാ ചോദിക്കണം. ഇതിന്റെ കപ്പാസിറ്റി എത്രയാണ്? 1500 തയ്യാണ് ഒരു ഷെഡിൻ്റെ അത് നിൽക്കുന്നത്. 10 ടൺ സാധനം. 10 ടൺ സ്ഥലം 2000 മൂട് ചെടി 10 ടൺ സാധനം. 10 ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 18 വീട് ടോറസ് നിറച്ച് 18 ടോറസ് നിറച്ച് അതിൻ്റെ കറക്റ്റ് കപ്പാസിറ്റി. അതാണ് ഈ ഷെഡിൻ്റെ മാക്സിമം അല്ല ഒരു കപ്പാസിറ്റി. ഞാൻ എൻ്റെ വണ്ടിയോട്ട് കൂടി പോകും. അങ്ങ് നീണ്ട് കിടക്കുകയാണ് ഈ ഷെഡിൽ കൂടെ. ഗൈസ് ഞാൻ നമ്മൾ ഷെഡിൻ്റെ പുറത്തിറങ്ങിയൊക്കെയാണ്. ഇവിടെ ഫുള്ള് ഇതിനകത്ത് ഷീറ്റ്. ഇത് നമ്മളെ UV ഷീറ്റ് തന്നെയാണ്. പക്ഷേ നല്ല പഴക്കമുള്ള ഷീറ്റാണ്. ഇതിവിടെ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഇളക്കമുള്ള മണ്ണിട്ട് അല്ലെങ്കിൽ വെള്ളം എടുത്തുണ്ട്. യെസ് ഗൈസ്. ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട മണ്ണാണ്. എന്ന് പറയുമ്പോൾ ആ സൈഡിലത്തെ ചരിവ് കുറച്ചായി ഇടിച്ചെടുത്തിട്ട് ഇവിടെ ഇടുകയാണ് ചെയ്തത്. അപ്പം മണ്ണ് വെള്ളം എടുത്തുകൊണ്ട് പോയിരിക്കാനായിട്ട് അച്ഛൻ്റെ ബുദ്ധിപരമായ ഐഡിയയിൽ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഇവിടെ വരെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇട്ടേക്കാണ്. ആ സൈഡ് ഫുള്ള് ഷീറ്റ് ഇട്ടേക്കാണ്. അത് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. തെഞ്ഞടിച്ച് ഞാൻ താഴെ പോകും. ഇത് കൂടെ ഇവിടെ എന്തെങ്കിലും നമുക്ക് പണ്ട് താണ്ട വഴി ഉണ്ടായിരുന്നു അങ്ങ് താഴെ അമ്പലത്തിൽ ഇറങ്ങി പോകാനായിട്ട്. ഇപ്പം ആ വഴിയൊക്കെ മൊത്തം മണ്ണിട്ട് മൂടി. അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഓടയൊക്കെ ഉണ്ട് വെള്ളം പോകാനൊക്കെ. ഈ ഷെഡിൽ നിന്ന് വീഴണ വെള്ളം ആ ഷെഡിൽ നിന്ന് ടോപ്പിൽ നിന്നെല്ലാം വീഴുന്ന വെള്ളം ഇതേ കൂടെ ചാലുണ്ട്. ഈ ചാലിൽ കൂടെയാണ് അങ്ങ് താഴെ പോകണം. ഇപ്പം ഈ ചാലങ്ങ് പൊങ്ങി വന്നു. നേരത്തെ നല്ല താഴ്ചയുള്ള ചാല്, വലിയ ചാലായിരുന്നു, വെള്ളം ഒഴുകുന്ന ചാലായിരുന്നു. ഇനി എന്താ ഇത് ഫുള്ള് നമ്മുടെ JCB വെച്ച് ഫുള്ള് അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാണ്. ഇത് ഈ ഇടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കിടുക്കം മനുഷ്യനാണ് ഈ ഇടിച്ചേക്കുന്നത്. നല്ല വർക്കറിയാണോ ഒരു ആശാനാണ് ഈ ഇടിച്ചേക്കണം. അത് കാരണം ഇത്രയും നാളായിട്ട് വീഴാതിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ എന്നേ ഇളവീഴാളാണെന്ന് കിടുക്കൻ ആയിട്ട് ഇടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ അതിരുകൾ ഫുള്ള് ബോഗൺവില്ല മറ്റേ ഓർക്കിഡുണ്ട്. ഓർക്കിഡല്ല എനിക്ക് വേണ്ടേന്ന് കടലാസ് ഇടി എന്ന് പറയുന്ന സാധനം ബോഗൺവില്ലേ
ബോഗൺവില്ലയല്ല, കടലാസ് ചെടി വാങ്ങിച്ചിട്ട് വെക്കാം. ഭയങ്കര രസം. ഈ ഇടിച്ച് ഈ സംഭവം എല്ലാം ഇടിച്ചെന്ന് പറയുന്നത് നമ്മളിവിടെ ഉള്ള ഗോകുൽ എന്ന് പറയുന്ന അണ്ണനാണ്. ഡിസ്കോ ഡാൻസ് അക്കാഡമി ഒക്കെ നടത്തുന്ന അണ്ണൻ. ചിതറാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഡിസ്കോ ഡാൻസ് അക്കാഡമി നടത്തുന്ന അണ്ണനാണ്. കിടക്കാണ് വീഡിയോയാണ് ഇടിച്ചത്. ഇത്രയും നാളായി, ഏകദേശം ഇതൊരു 3 വർഷത്തോളം അപ്രോക്സിമേറ്റ് ആയി. ഇത്രയും നാളായി വിളവ് ഒറ്റയിടിയാണ് ഇടിച്ചത്. ഭയങ്കര ഐഡിയ. ഇവിടെയൊക്കെ ഇനി കമുകൊക്കെ വെച്ച് എടുപ്പിച്ചിട്ടുണ്ട്. വാഴ പണ്ട് ഇവിടെ നമുക്ക് വാഴയുടെ കൃഷി ചെയ്യുന്നുണ്ട്, ഇവിടെ ഇല്ല. ഇപ്പം ഫുള്ളി ഹൈടെക്, മൊത്തം ഹൈടെക്കാണ് ഗീസ്. പണിയൊന്നുമില്ല, ഇത് കണക്കാണ്. 2 പേരെ പണിയുള്ളൂ നമുക്ക്. ഈ സെറ്റപ്പാണ്. അയ്യോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ഷെഡ് അതാണ്, വേറെ ഒരു ഷെഡാണ്. ഷെഡിന് നമ്മൾ മാവിൻ്റെ മൂട്ടിൽ ഷെഡെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ മണ്ടയിൽ മാവ് പോകുന്നുണ്ട്, അത് കാരണം നമ്മൾ മാവിൻ്റെ മൂട്ടിൽ ഷെഡെന്നാണ് പറയണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ. പ്രൊഫഷണൽ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ബോർഡ് എന്നുള്ള നിലയിലാണ് ഇവിടെ മുട്ടൻ കോടിയാണ്. കണ്ണടയ്ക്കാൻ പറഞ്ഞ ഒരു ഓടെടുത്ത് വെച്ചിട്ട് അപ്പുറത്തങ്ങ് പോയി. ഒരു പാവപ്പെട്ട ഭയങ്കര മണ്ണിടുന്നു. മറ്റേ കണ്ടറാക്ക് ഭയങ്കര കണ്ടറാക്ക്. ഇതൊക്കെ ചാനല് വഴി എന്റെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളെ വിജയമാമൻ പ്രൊഫഷണലിസം വിജയമാമൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയമാമൻ ഇവിടെ അടിയാവും, അത് പറഞ്ഞാൽ നമുക്ക് കത്തി കേൾക്കും. വിജയമാമൻ പൈപ്പൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നീ വിജയമാമ അല്ലെങ്കിൽ പൈപ്പെന്നും പറഞ്ഞുകൊണ്ടാണ് വിജയമാമൻ എന്താ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. തുളസിയാമ എന്താ വെപ്രാളപ്പെട്ട് ഷീറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇതൊക്കെ വീക്ഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായി അച്ഛൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എന്തൊക്കെ ഡാഡ് പറയുന്നുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ എല്ലാം ഭയങ്കര തൂത്തിട്ടാங்க പൊക്കളെ അല്ലേ. വിജയമാമ പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അങ്ങേറ്റം പ്രൊഫഷണലാണ്. പുള്ളി ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ പാങ്ങോട എന്നാണ്. പാങ്ങോട. കൊറേ കണ്ടാണ്